പോട്ടെ. അളിയൻ ഇറങ്ങിയോ? പോലളിയാ. എന്നൊന്ന് മാനേജർ വിട്ടാൽ മതി. ഫ്രണ്ട്സ് വരുന്നുണ്ട്, അവരൊന്ന് പിക്ക് ചെയ്യണം. ബോബ് മാർലി ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്നത് ഞാനായതുകൊണ്ട് ബോബ് മാർലി മതി അളിയാ. അളിയെ നിർത്ത്. പോവാം. ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാ, നോർത്തിൽ നിന്ന് വന്നതാ. എറണാകുളത്തും കാസർഗോഡും തൃശ്ശൂരും. ഇവർക്കൊക്കെ ഒരു അസൈൻമെൻറ്റ്സ് ഉണ്ടായിരുന്നു, ചില പാക്കറ്റ് ഡീലുകൾ. ഇനിയൊരു മേജർ അസൈൻമെൻറ്റോടെ തീർക്കാനുണ്ട്, ഒരു ജലാറ്റിൻ കമ്പനിയായിട്ട്. അതാ എല്ലാവരും കൂടെ ഇവിടെ. അപ്പോൾ അളിയാ ഇവിടെ ഈ സംഗീതം വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ടീമുകളാണ്. തലയ്ക്ക് പിടിച്ച ഇമ്മാരി സാധനങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് പറയാൻ വലിയ പാടാ കേട്ടോ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇവരുടെ കൂടെ കൂടിയിട്ട് കുറച്ചായെന്നാ കേട്ടെ. ഇവരുടെ ഇടയിൽ ഒരുത്തിയുണ്ട്. ഓ, അതാണ് മരുന്ന്. എന്താ പിന്നെ അറസ്റ്റ് ചെയ്യാത്തെ? അതാണ് ഈ നാട്ടിലെ നിയമത്തിന്റെ കുഴപ്പം. പിന്നെ ഇവന്മാരി കൊന്നു തള്ളുന്നൊന്നും സാധാരണക്കാരെ അല്ല. ഇവന്മാര് ബാൻഡ് പരിപാടി നടത്തുന്ന സ്ഥലത്ത് അതേ ദിവസം ഒരാൾ ചത്തിരിക്കും. ഈ ചാകുന്നവന്മാരൊക്കെ ജനങ്ങളെ ദ്രോഹിക്കുന്നവരായതുകൊണ്ട് ആരും ഇവന്മാർക്കെതിരെ സാക്ഷിയും പറയില്ല. അതുകൊണ്ട് എന്താ ഇവന്മാരായത് ചെയ്യുന്നെന്നുള്ളതിന് വ്യക്തമായ തെളിവ് പോലീസിന്റെ കയ്യിലില്ല. ഇപ്പൊ ഇവന്മാരെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത് എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അവന്റെ അമ്മയുടെ ബാൻഡ് തീർക്കണ ശേഷി നമുക്ക് അവരെ കാശെത്രയാണെങ്കിലും ഞാൻ അറിയാം. ഇതൊക്കെ ആ പോലീസാ. ഇതിലും വലിയ വിപ്ലവങ്ങൾ നമ്മൾ കുഴിച്ചു മൂടിയിട്ടുണ്ട്. പിന്നെ ഇത് അങ്ങ് ഡൽഹി നടന്ന പോലെ കൂട്ടത്തിൽ ആ പെണ്ണിനെ നമ്മുടെ ബാസ്റ്റിനെയും പിള്ളേരെ ഇറക്കി അങ്ങ് ചാമ്പിക്കും പറന്ന്. അവന്മാരാണെ പരോളിൽ ഇറങ്ങിയിട്ട് ഒരു പണിയില്ലാതെ ചുമ്മാ അവിടെ ഇരിക്കുക. പെണ്ണിനെ തൊട്ട യുവന്മാര് വെറുതെ ഇരിക്കൂ. ഒന്നുകിൽ നമ്മുടെ പിള്ളേര് തീർക്കും, അല്ലെങ്കിൽ എൻകൗണ്ടറിൽ തീരും. നാളെ വെള്ളം പൊതിഞ്ഞ ചെക്കന്റെ മുഖം കാണുന്നത് ഒരു സുഖമല്ലേ? ഒന്ന് ഓർത്തു നോക്കണ്ടേ സാറേ. സാറേ, ഞാൻ ഈ ബൈക്കൊക്കെ ഒന്ന് മാറ്റി ദേ അതുപോലെ ഒരെണ്ണം ആക്കിയാലോന്നൊരു പ്ലാനൊക്കെ ഉണ്ട്. എന്നാ ശരി.
സതീശ, ഫോൺ വിളിച്ചിട്ടൊന്നും എന്നെ കിട്ടണില്ലല്ലോ. കാണണമെങ്കിൽ കാറും പിടിച്ചിട്ട് നമ്മൾ ഇവിടം വരെ വരണല്ലേ? ഇസ്മാജി, ഞാൻ അത് വിട്. നമ്മുടെ പൈസ പോയ വഴി കാണുന്നില്ലല്ലോ എൻ്റെ സതീശ. അല്ല ഇസ്മാജി, അത് പോകുന്നുമില്ല. ഈ പോലീസുകാർ നമ്മുടെ പുറകെ ആയതുകൊണ്ട് ഡീലൊന്ന് ചവിട്ടാൻ പറഞ്ഞതാ. നമ്മളും ചോറന്നെ തിന്നണ സതീശേ, ഈ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ഇല്ല ഇസ്മാജി, നമ്മൾ എത്ര കാലം ഒരുമിച്ച് ഡീൽ നടത്താൻ തുടങ്ങിയിട്ട് ഇന്നേ വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ആണ്ട് മാത്രമാണ് എന്നെ ഇത്രയും വിട്ടത്. ഇയാളെ കോയാക്കണ ഈ പരിപാടി ഉണ്ടല്ലോ, അത് നമ്മുടെ അടുത്ത് വേണ്ടാട്ടാ. നമ്മൾ ചെയ്യണ ഇടപാടിൻ്റെ നേരും നെറി എന്താണെന്ന് എനക്കറിയില്ലേ. അത് തെറ്റിയ എന്താ ചെയ്യേണ്ടതെന്ന് ഈ എന്നെ പലർക്കും കാണിച്ചു കൊടുത്തിട്ടുള്ളതല്ലേ. എൻ്റെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ അതൊക്കെ എന്നോടും ചെയ്യേണ്ടി വരും. ഇസ്മാജി, ഞാൻ ഈ ഒറ്റയ്ക്ക് നടത്തുന്ന ആ ജലാറ്റിൻ കമ്പനീൻ്റെ ഡീലുണ്ടല്ലോ, അതിലേക്കൊന്നും എൻ്റെ പൈസ മറിഞ്ഞില്ലല്ലോ. ഏയ്, അങ്ങനൊന്നുമില്ല. നമ്മൾ നാളെ വൈകിട്ട് വരെ കാക്കും. അതിൻ്റെ ഉള്ളിൽ എൻ്റെ പൈസ എത്തേണ്ടോടത്തെത്തും. ദേ